ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളെല്ലാം തുറക്കാനായില്ലേ, ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിക്കും എനിക്ക് വേണ്ടിക്കെല്ലാം കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് ആ വിശേഷങ്ങളും പിന്നെ കുറച്ച് റെസിപ്പീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ അറിയാം, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് ഉണ്ടാവും. കാര്യം ഞാനില്ലേ ഉമ്മാൻ്റെ പുതിയ വീട് എടുക്കുന്നിടത്താണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറേ സൗണ്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോറി. അങ്ങനെ അപ്പം ഇല്ലേ, അന്നത്തെ ദിവസം വൈകുന്നേരം ഒന്ന് ഇക്കാക്ക് പഴംപൊരി കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞായറാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. നമ്മളെപ്പോഴും വൈകുന്നേരം ചായ ഉണ്ടാക്കൂലേ. ഇക്കാക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എരിവുള്ള സ്നാക്ക് ഉണ്ടെങ്കിലും ചായ ഉണ്ടാക്കും. എനിക്കാണെങ്കിൽ പഴംപൊരി ഇഷ്ടം കുറവാണ്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി, ഇത്തപ്പഴം പൊരിച്ചതെല്ലാം. അപ്പം ഞാനില്ലേ അത് രണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇതാ പഴംപൊരിയും ഈത്തപ്പഴം പൊരിക്കുന്നതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, എന്നാലും കണ്ണൂർ സ്റ്റൈൽ പഴംപൊരിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലേ കുറച്ച് മൈദ എടുക്കും. ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കും. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു മുട്ട, ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കാം, കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട്. അത് തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചരി അരച്ചതുണ്ടാവില്ലേ ദോശ, അത് ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യലുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നല്ല സങ്കടത്തോടെ ഞാൻ പറയുന്നതാണ്. ഞാൻ 2 പ്രാവശ്യം എങ്ങാനും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. എനിക്കത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. കാര്യമില്ലേ, ചില എൻ്റെ സബ്സ്ക്രൈബേഴ്സോ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെയോന്ന് അറിയില്ല, എനിക്ക് പാര വെക്കുന്ന ആളോന്നും അറിയില്ല, മറ്റുള്ള ചാനലിൽ പോയിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് നല്ല കമൻറ്റ് ഇടലുണ്ട്. അപ്പോൾ ഇല്ലേ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നല്ലത് പറയാം. അല്ലാണ്ട് മറ്റു യൂട്യൂബേഴ്സിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എന്നെ കമ്പയർ ചെയ്തിട്ട് ഞാനാ നല്ലത്, അവർ മോശമെന്ന്, അവർ ചെയ്യുന്നത് മോശമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടുമ്പില്ലേ, ആ യൂട്യൂബറിന് എന്നോട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ സത്യമായിട്ടും ഇത് ഞാൻ എന്താ പറയുക ലീഗലായിട്ട് നേരിടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യമില്ലേ, ആ യൂട്യൂബറിന് എന്നോട് ഭയങ്കര ദേഷ്യം വരും. അവരെ കമൻറ്റ് ബോക്സിൽ എന്നെക്കുറിച്ചിട്ട് ബാഡായിട്ട് എഴുതിയിട്ട് അത് ഡിലീറ്റ് ചെയ്യാണ്ട് അവിടെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് ആയാലും ഏത് ഫീൽഡായാലും കോമ്പറ്റീഷന് ഉള്ളത് തന്നെയാണ്. ഏത് ഫീൽഡിൽ, ഇപ്പോൾ ഡോക്ടർ ആയാലും ടീച്ചേഴ്സ് ആയാലും ഇപ്പോൾ യൂട്യൂബ് ഫീൽഡിലായാലും ഏത് ഫീൽഡിലായാലും കുറച്ച് മികച്ച് നിന്നല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി കണ്ടൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് എനിമീസ് കൂടും, കോമ്പറ്റീഷൻ കൂടും. അത് ശരി തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മളിൽ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം മറ്റൊരു സെയിം ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുമായിട്ട് കോമ്പറ്റീഷൻ വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമുക്കൊരാളുടെ വീഡിയോ കാണുമ്പം വിഷമം വരുന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാണ്ടിരിക്കുക. അല്ലാണ്ട് അവരോട് അസൂയം വെച്ചിട്ട് അവരെ തകർക്കണമെന്നുള്ള ചിന്തയിൽ നടക്കുമ്പോൾ നമ്മൾ തന്നെയാണ് തകരുക, നമ്മളെ മനസ്സമാധാനം തന്നെയാണ് പോവുക. എനിക്ക് പറയാനുള്ളത്, എനിക്കിത് പുതുമായിട്ട് വരുന്ന കാര്യമല്ല, എൻ്റെ ലൈഫിൽ എപ്പോഴും ഉള്ളതാണ്. എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുറച്ച് പ്രായമുള്ള ഉമ്മമാർ, അതുപോലെ തന്നെ കുഞ്ഞുമക്കൾ, എൻ്റെ ഏജിലുള്ള ആൾക്കാർ. എന്നെക്കൊണ്ട് കുറച്ച് ഏജിൽ കൂടുതലുള്ള ആൾക്കാർക്ക് എപ്പോഴും എന്നെ ഇഷ്ടം കുറവാണ്. കാര്യം അവർ ഉമ്മ ഉപ്പ ഹസ്ബൻഡ് മക്കളെല്ലാം എന്നെ കാണുമ്പോൾ അധികം അവളെ പോലെ അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുക അങ്ങനെ ഇങ്ങനെയെന്ന് പറയലുണ്ട്. അത് എനിക്ക് പണ്ട് മുതലേ ഇല്ല കാര്യമാണ്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നതല്ല. പഠിച്ചോന് ഓരോരോ ആൾക്കാർക്ക് ഓരോരോ കഴിവുകൾ കൊടുക്കും. അത് പഠിച്ചോൻ്റെ ഇതാണ്. അത് നമ്മൾ നശിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവരോട് അസൂയ വെക്കാം. എനിക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ആരെങ്കിലും പരിചയപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴും സങ്കടമാണ് ആ ഒരു കാര്യത്തിൽ. എന്നെ ആരെങ്കിലും പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉമ്മയും ഉപ്പി എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. ആ ഉമ്മയും ഉപ്പി എന്ത് ചെയ്യും, അവളെ കണ്ടുപഠിക്കുക, അവൾ ചെയ്യുന്ന പോലെ ചെയ്യും, അവൾക്ക് നിൻ്റെ പ്രായമല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ അവൾ നിന്നെ കട്ടിയാളതല്ലേ എന്ന് പറഞ്ഞിട്ട് മക്കളോട് കമ്പാരിസൺ ചെയ്യും. അപ്പം മക്കൾക്ക് എന്നോട് ദേഷ്യം വരും. മക്കൾ എന്ത് ചെയ്യും, ആ ഉമ്മാനും ഉപ്പാനും അവരെ ഭർത്താവിനും മക്കളെല്ലാം എന്നെക്കൊണ്ട് വെറുപ്പിക്കും. അങ്ങനെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ പഴി വാങ്ങേണ്ട അവസ്ഥ എനിക്ക് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം 2-3 വർഷം മുമ്പേ യൂട്യൂബിലും ഇതുപോലത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായി. പക്ഷേ ഞാനില്ലേ സമാധാനം വേണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരിക്കലും അടികൂടാൻ പോക്കില്ല. ഞാനെല്ലാം ചെയ്തെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ തലയിൽ പ്രശ്നങ്ങൾ വരുന്ന ഒരു
സംഭവം. അത് എൻ്റെ പഠിച്ചവന് എന്നെ ഇഷ്ടമുണ്ടായതുകൊണ്ട് എന്നെ പരീക്ഷിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്ന കാര്യം. പഠിച്ചവന് ഒരാൾ ഇഷ്ടമുണ്ടെങ്കിൽ അയാളെ ഒരുപാട് പരീക്ഷിക്കും. പറയണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് നിൽക്കുന്ന കാര്യമാണ്. കാര്യം ഇത് 1 മാസമായിട്ട് ഇത് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവരെ കമൻറ്റ് ബോക്സിൽ കമൻസ് വരുന്നുണ്ട് എൻ്റെ പേരും പറഞ്ഞിട്ട്. അപ്പോൾ ഇല്ലേ അതിൻ്റെ അടിയിൽ എൻ്റെ ഒരു നമ്മൾ ഇഷ്ടമുള്ള ഒരാളുണ്ടാവില്ലേ, അവർ നല്ല കമൻറ്റ് എന്നെ കുറിച്ചിട്ട് എഴുതി തരാം. അത് പെട്ടെന്ന് ആ യൂട്യൂബർ ഡിലീറ്റ് ചെയ്യുന്നു. പക്ഷേ ഇല്ലേ മോശം കമൻറ്റ് മാത്രം അവിടെ വെക്കുന്നു. അത് ഫസ്റ്റ് പിന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരാളോട് അസൂയയും ജലസും വെച്ച് നടന്നാൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ മനസ്സെപ്പോഴും ക്ലിയർ ആക്കിയാൽ മാത്രമേ പഠിച്ചോ നമ്മളെ രക്ഷപ്പെടുത്തൂ. നമ്മളെ മനസ്സിൽ കുശുമ്പ്, അസൂയ, എന്താ പറയുക, അധികവും നല്ല ഹൃദയത്തോടെ നടക്കുന്നവർക്ക് ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അവർ ചെയ്യാത്ത കാര്യത്തിന് അവർ കുറ്റം കേൾക്കേണ്ടി വരും. അവരൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അവർ ക്ഷമയോടെ നിന്നതിൻ്റെ പേരിൽ അവർ കള്ളത്തി ആവേണ്ടി വരും, നുണച്ചി ആവേണ്ടി വരും. അങ്ങനെ അപ്പോൾ ഈ ദുഷ്ടത്തരങ്ങൾ ചെയ്യുന്നവർ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവൾ നശിക്കും, ഞാനെന്തോ സംഭവമാവും. അങ്ങനെയല്ല, കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആരെ ദ്രോഹിച്ചോ ആ ദ്രോഹിക്കുന്നത് അനുഭവിക്കാണ്ട് മാത്രം ഈ ദുനിയാവെന്ന് അവർ പോവില്ല എന്നാണ്. അപ്പോൾ ഇപ്പം ചെറിയൊരു യൂട്യൂബ് ഫീൽഡിന് വേണ്ടിക്ക് ഒരു യൂട്യൂബറെ എന്താ പറയുക മോശമായിട്ട് ചിത്രീകരിച്ച് അസൂയ കൊണ്ടല്ലേ ചെയ്യുന്നത്. വേറൊരു യൂട്യൂബറെ നല്ലതായിട്ട് കമ്പാരിസൺ പേര് പറഞ്ഞിട്ട് എന്തിനാ? നമ്മളെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഉയരേണ്ടത്, അല്ലാണ്ട് മറ്റുള്ളവരെ മോശം പറഞ്ഞിട്ടല്ല ഒരിക്കലും നമ്മൾ ഉയരേണ്ടത്. അത് ശരിക്കും ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു യൂട്യൂബേഴ്സിനോടും കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി ഇല്ല. പിന്നെ എനിക്ക് എന്നെ ചതിച്ചവരുണ്ട്, എന്നെ മൊത്തത്തിൽ ചതിച്ചവരുണ്ട്. അവരോട് പോലും ഞാൻ ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ ഞാൻ ആരോടെങ്കിലും പക വിദ്വേഷം വെച്ച് പുലർത്തുകയാണെന്നുണ്ടെങ്കിലേ എൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കും, എൻ്റെ സ്കിന്നിനത് ബാധിക്കും. എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോകുന്ന ഉയരങ്ങളിൽ ഞാൻ ഒരിക്കലും എത്തൂല. കാര്യം നമ്മളെ മനസ്സിൽ ചെറിയ രീതിയിലെങ്കിലും ആരോടെങ്കിലും പക വിദ്വേഷം അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഉയരത്തിൽ എത്തൂല എന്നാണ് പറയാം. എനിക്ക് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള കാര്യമൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മളൊരു യൂട്യൂബ് ഫീൽഡിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലേ നമ്മളെക്കാട്ടി സീനിയറായിട്ടുള്ളവർ നമ്മളെ നല്ലോണം ദ്രോഹിക്കും. അവർ നമ്മൾ നല്ല കണ്ടൻറ്റാണ്, ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെടുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം നമ്മൾ ചാനൽ പൂട്ടിക്കാൻ തന്നെ അവർ ശ്രമിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മൾ മോശമായിട്ട് ചിത്രീകരിക്കും. അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ജനങ്ങൾ നമ്മളെ കൈയടിക്കുന്നുണ്ടെങ്കിലേ അവർ നമ്മളെ ജനങ്ങളെ മുമ്പിൽ തന്നെ ഇട്ട് നാട്ടിലുള്ള പരിപാടികൾ മാക്സിമം കളിക്കും. ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഫീൽഡൊന്നുമല്ല. എല്ലാ ഫീൽഡ് പോലെ തന്നെ ഭയങ്കര കോമ്പറ്റീഷനാണ്. പക്ഷേ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ക്ഷമിച്ചിട്ടും കഴിയുന്നില്ലെങ്കിൽ നമുക്ക് സത്യം എനിക്ക് അത്രയും സങ്കടങ്ങളുണ്ട്. നമുക്ക് നഖത്തിന് മെഹന്തി ഇട്ടുകൂടാ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് കാണിച്ചുകൂടാ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാ, നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൂടാ. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിഷമാവും. നമ്മൾ വൃത്തിയായിട്ട് വീട് വെച്ചാൽ തന്നെ അവർക്ക് ബാഡായിട്ട് കമൻറ്റ് വരുന്നെന്ന് അവരെന്നെ സ്വയം വിചാരിക്കുന്നു. ഞാൻ വൃത്തിയില്ലല്ലോ എന്ന് സ്വയം അവർക്ക് തോന്നുമ്പം അവർ നമ്മളെ വെറുക്കുന്നു. നമുക്ക് മനസ്സിലാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ലൈഫിൽ ക്വാളിറ്റി നമ്മളെപ്പോഴും ജനിക്കുമ്പം എല്ലാം പെർഫെക്റ്റായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മൾ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ പഠിച്ച് ഉയരലാണ്. അല്ലാണ്ട് ഒരാളെ നശിപ്പിച്ചിട്ട് ഞാൻ ഉയരണമെന്ന് ചിന്തിക്കുന്നവരില്ലേ പഠിച്ച മോളിൽ നോക്കുന്നുണ്ട്. ദൈവം വെറുതെ ഇരിക്കുന്നതല്ല. കർമ്മ എന്ന് പറയുന്ന കാര്യം അനുഭവിച്ചിട്ടേ പോവും. ഇപ്പം നമുക്ക് ഒരാളെ ദ്രോഹിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. പക്ഷെ അയാളെ കണ്ണീരുണ്ടല്ല, അയാളെ ഹൃദയത്തിൽ പൊടുന്ന വേദന ഉണ്ടല്ല, അതിലെ തട്ടാണ്ടിക്കാൻ ഓരോരുത്തരും ശ്രമിക്കാം. വേണ്ടാന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ആണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ, എന്നെക്കുറിച്ചിട്ട് നല്ലത് കുറിച്ച് എഴുതുന്നതെങ്കിൽ, ഞാൻ ലീഗലായിട്ട് മുന്നോട്ട് പോകുമ്പം നിങ്ങൾക്കത് ബാധിക്കും, ഉറപ്പാണ്. ഞാൻ ആ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്, ഇതാരാ ചെയ്യുന്നതെന്നുള്ളത്. സെയിം പ്രശ്നം എനിക്ക് 2 വർഷം മുന്നേ ഉണ്ടായിട്ടുണ്ട്. ആ സമയം ഞാൻ ക്ഷമിച്ചതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നല്ല സബ്സ്ക്രൈബേഴ്സിനെ ഇല്ലാണ്ടായിട്ടും ഉണ്ടായിന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചതിയിലെ കൂടി ഒന്നും നേടാൻ കഴിയില്ല. സത്യസന്ധമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ആദ്യം വിഷമിക്കേണ്ടി വരും, കുറച്ച് കാലം കഴിഞ്ഞാൽ സത്യം മാത്രമേ ജയിക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളാന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഇർഫാനയാണ് നല്ലത്, ഇർഫാന ഡ്രസ്സിങ് സ്റ്റൈൽ നല്ലത് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അപ്പം അത് നിങ്ങളെ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഞാൻ ലീഗലായിട്ട് മുന്നോട്ട് പോകും. പിന്നെ
പിന്നെ എനിക്ക് പറയാനുള്ളത് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. എന്തിനാ ഒരാളെ നശിപ്പിച്ചിട്ടല്ല ഒരാൾക്ക് നല്ല പേര് കിട്ടേണ്ടത്, അങ്ങനെ ചിന്തിക്കുക. അതുപോലെ തന്നെ ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. സോറി, എനിക്ക് അത്രയും വിഷമാവുന്നതുകൊണ്ടാണ്. കാര്യം ഈ ചെറുതിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം കമ്പാരിസൻ്റെത്. തൊലിൻ്റെ നിറത്തിൻ്റെ പേരിൽ, ഡ്രസ്സിങ് സ്റ്റൈലിൻ്റെ പേരിൽ, അച്ചടക്കത്തിൻ്റെ പേരിൽ, ഫുഡിൻ്റെ ടേസ്റ്റിൻ്റെ പേരിലെല്ലാം കമ്പാരിസൺ ഞാൻ അനുഭവിച്ച് മടുത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു ഫീൽഡിലും കമ്പാരിസൺ വരുമ്പം അതെനിക്ക് വല്ല പ്രയാസമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഞങ്ങൾക്കൊന്നും ഇല്ലയെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പഠിച്ച മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ പുഴുക്കൾ തിന്നേണ്ട ശരീരമൊന്നും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയല്ലേ എന്നെ നിങ്ങൾ കോമ്പറ്റീറ്ററായിട്ട് വെക്കാണ്ടിരിക്കുക ഒരു യൂട്യൂബേഴ്സും. ഞാൻ എൻ്റേതായ ലോകത്ത് ഒതുങ്ങി കൂടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എന്താ പറയുക, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മണ്ണ് തോന്നും. ഈ ഉണ്ടാക്കി വെച്ചതും ഈ കാണുന്നതും ഈ വണ്ടിയും ഈ പാത്രങ്ങളും ഈ തൊലി കളറും ഈ ബോഡി ഷേപ്പും കാര്യങ്ങളും ഒന്നും നിലനിൽക്കില്ല. ഇതെല്ലാം ഇല്ലാണ്ടാവുന്നതാണ്. ദുനിയാവിൽ പഠിച്ചവൻ ഖുറാനിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുനിയാവ് കളിയും വിനോദവും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് ഉത്തമമെന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്പ്രെഡ് ചെയ്യുക. നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്തിട്ട് നെഗറ്റീവ് ചിന്താഗതികൾ വെക്കാണ്ടിരിക്കുക. പോസിറ്റീവായ നല്ല നല്ല കാര്യങ്ങൾ, മോട്ടിവേഷൻ, ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, നല്ല ഫുഡ് റെസിപ്പീസ്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ലത് ചെയ്യുക. നല്ലത് ചെയ്യുമ്പം നല്ലത് മാത്രമേ നമുക്ക് വരൂ, അങ്ങനെ വിശ്വസിക്കുക. അപ്പോൾ എന്താ, ഇഷ്ടപ്പെടാത്തവർ വിട്ടെ. എനിക്കിത് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിലേ കുറച്ചൊരു ഗൂഢാലോചനയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെനിക്ക് ക്ലിയർ ആക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കുന്നുണ്ട്. കാര്യം ഒരു പ്രാവശ്യം ഞാൻ അതൊന്നും ചെയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ നല്ല കെയർഫുള്ളായിട്ടാണ് എല്ലാം ലീഗലി തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത്, അതൊക്കെ നിങ്ങളെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ എഫേർട്ടും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാം. ഒരു വീഡിയോ പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്ത്, വീട് ഹാൻഡിൽ ചെയ്ത് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളായാലും ഞാനായാലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരോടും റെസ്പെക്റ്റും ഇഷ്ടവും മാത്രമാണ്. ചിലതെല്ലാം കാണുമ്പോൾ ഞാൻ ലൈക്ക് അടിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ഇല്ല, ഞാനിപ്പോൾ ലൈക്ക് അടിക്കാനും നമുക്ക് പേടിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അങ്ങനെ ഞാൻ നല്ലതാന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യൂല. അപ്പോൾ അത് ലീഗലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ അറിഞ്ഞും കൊണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ ഇതാണ് എൻ്റെ കണ്ടൻറ്റ്. ക്ലീനിങ്, കുക്കിങ്, അതുപോലെ മോട്ടിവേഷനും കാര്യങ്ങൾ. ഇതെൻ്റെ ലൈഫിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല. ചെറുതിലെ ക്ലീനിങ് ഉമ്മ ചെയ്യുന്നതുകൊണ്ട് അത് ഞാൻ പഠിച്ചു വന്നു. കുക്കിംഗ് ആണ് നമ്മളെ വീട്ടിലെല്ലാവരും പെണ്ണുങ്ങന്മാർ ചെയ്യുന്ന കാര്യം. പാർട്ടി കാര്യങ്ങളെല്ലാം ആയിട്ട് പുതിയാപ്പിളമാരെ സൽക്കരിക്കുന്നെല്ലാം കാണുമ്പം അതങ്ങനെ കണ്ടുപിടിച്ച്. അതുപോലെ തന്നെയാണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യമായാലും എല്ലാം. അത് ഞാൻ ഒരു മോട്ടിവേഷൻ രീതി, പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ്. അതാണ് ഞാൻ മോട്ടിവേഷനായിട്ട് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് പഠിച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ജീവിതാനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ ആണ് അത് മറ്റുള്ളവർക്കും കൂടി ഇൻസ്പയർ ആവുക. അപ്പം ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എടുത്തതാണ്. നിങ്ങളെന്നിപ്പോൾ കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുമെങ്കിലും ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ വേദന എന്താണെന്നും സങ്കടങ്ങൾ എന്താണെന്നും കണ്ണീരെന്താണെന്നും നല്ലോണം അറിയുന്ന ഒരാളാണ്. ഒരു സ്ത്രീ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയുന്ന ഒരാളാണ്. അപ്പം നമുക്ക് പറയാനുള്ളതൊക്കെ നിങ്ങളോട് എല്ലാവരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ. വെറുപ്പ് വെച്ച് നടന്നതിനാൽ ഞാൻ തന്നെയല്ലേ നശിക്കാം. അങ്ങനെ ഇനിയിപ്പില്ലേ ഞാനൊരു അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ആക്കാം. ഇത് എന്തായാലും കണ്ടുനോക്കുക. ഇപ്രാവശ്യം കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം. ബീഫെല്ലാം ഉണ്ടെങ്കിലും മസ്റ്റ് ട്രൈ റെസിപ്പി എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബീഫ് കുറുമ ഉണ്ടാക്കിയെടുക്കുക. ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ആദ്യം വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേണ്ടതില്ലേ ഒരു വലിയ സൈസ് ഉള്ളി വേണം. 1 കിലോ ബീഫിൻ്റെ അളവാണ് പറയുന്നത്. 3 തക്കാളി വേണം. 5-6 പച്ചമുളക് വേണം. അതുപോലെ തന്നെ 1 ബൾബ് വെളുത്തുള്ളിയും 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി വേണം. ഞാനിത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നേരില്ലേ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. 6-7 ആയാലും കുഴപ്പമില്ല പച്ചമുളക്. എന്നിട്ടിൽ ഈ ഒരു ഉള്ളി നല്ലോണം കുക്കായിട്ട് വരണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് വേറെ ലെവലാക്കാൻ കഴിയും. അപ്പോൾ ഉള്ളി എന്തായാലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഇതുപോലെ വഴറ്റിയെടുക്കുക.
ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒരുമിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് വഴറ്റുമ്പം ടേസ്റ്റേ മാറും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നല്ലോണം വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയെടുക്കുക. ചൂടായ വന്ന ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നിറയെ ഉലുവ ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് കൊടുക്കും മുമ്പേ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ബൾബ് വെളുത്തുള്ളിയും 2-3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി 1 കിലോ ബീഫിൻ്റെ അളവിലേക്ക് കറക്റ്റ് അളവാണ്. ഇനിയിപ്പോൾ ഞാൻ കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ബീഫ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാം റോസ് സ്മെല്ല് മാറിയ ശേഷം മാത്രം വേണം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. ഇല്ലയെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് നല്ല ഡിഫറൻസ് ഉണ്ടാവുമേ. കുക്കിംഗ് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റ് വേറെ ലെവലാക്കാനും പറ്റും. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായും ചെയ്യും. ഇതാ ഞാൻ 3 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക. കുറുമക്കറിക്ക് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം. ഇനി അടച്ച് വെച്ച് തക്കാളിയും ഉള്ളിയെല്ലാം കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്ന ശേഷമില്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാല പൗഡറാണ്. അപ്പോൾ ഇതാ ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് വലിയ ജീരകം ഫെനൽ സീഡ് പൊടിച്ചതും 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഒന്ന് ഉടച്ചിട്ട് വേണം കേട്ടോ മിക്സാക്കി എടുക്കാൻ വേണ്ടിക്ക്. തവ വെച്ചിട്ട് നല്ലോണം ഉടച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ ടൈമിൽ ഫ്ലെയിം കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തോ നല്ലൊരു സ്മെല്ല് വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ച ബീഫും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം സാധാ ബീഫ് എപ്പോഴും ഒരേ ടൈപ്പിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ പത്തിരി, ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളിയായിട്ട് പോകുന്ന ഒരു ബീഫ് കറിയാണ് ഇത്. അപ്പോൾ ഇതാ ഞാൻ ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കാം. പിന്നെ നമ്മൾ ബീഫിലേക്ക് പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫ് കുക്കാവുമ്പം തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ ബീഫിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ബീഫിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചില റെസിപ്പീസെല്ലാം ഞാൻ കാണുമ്പം ബീഫിൻ്റെ അധിക റെസിപ്പിയും ആൾക്കാർ ബീഫ് ആദ്യം വേവിച്ച് എന്നിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ബീഫ് ഇങ്ങനെ കുക്കാക്കിയാലാണ് ആ ബീഫിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്ത് മിക്സാക്കി വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതൊരു 9-10 വിസിൽ വരെ നമ്മുടെ കുക്കറിനനുസരിച്ച്. ചിലത് 8 വിസിൽ കൊണ്ട് തന്നെ ബീഫ് കുക്കായിട്ട് വരും, ചിലത് 8-10 വിസിൽ വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാ എൻ്റെ ബീഫിലെ ആ ഒരു എണ്ണയും കാര്യങ്ങളെല്ലാം നല്ലോണം ഇറങ്ങി നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരും കേട്ടോ ഈ ഒരു ടൈമിൽ കുക്കർ ഓപ്പൺ ആക്കുമ്പം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 തേങ്ങൻ്റെ കട്ടിപ്പാലാണ്. 1 തേങ്ങൻ്റെ ഫ്രഷ് തേങ്ങയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ. അപ്പം 1 തേങ്ങൻ്റെ നല്ല കട്ടിപ്പാൽ, 2ാം പാലും 1ാം പാലും അങ്ങനെയൊന്നും എടുക്കണ്ട. 1 തേങ്ങൻ്റെ നല്ല കട്ടിപ്പാലെടുത്താൽ മതി. ആ ഒരു പാലിലേക്കില്ലേ ഒരു 10 കാഷ്യൂനട്ട് ഒന്ന് കുതിർത്തിട്ട് അരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 10 കാഷ്യൂനട്ട് കുതിർത്തിട്ട് അരച്ചു കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ 10 കാഷ്യൂനട്ട് എന്തായാലും അരച്ചു കൊടുക്കണം. എക്സ്ട്രാ ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക് നിങ്ങൾക്ക് 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഫ്രഷ് ക്രീം സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. കാഷ്യൂനട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 20 കാഷ്യൂനട്ട് ഒന്ന് കുതിർത്തിട്ട് അരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു ഉള്ളി, ചെറിയ ഉള്ളിയോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉള്ളിയോ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഒന്ന് ഗീയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഞാൻ നെയ്ച്ചോറിലേക്ക് ഫ്രൈ ആക്കി വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുത്തത്. അത് ഞാൻ പിന്നെ കാണിക്കാം. എന്നിട്ട് അതിലേക്ക് കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ റെഡിയാവും. ഭയങ്കര ഫ്ലേവറാണ് ഇതിൽ. നമ്മൾ ഇപ്പം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഒന്ന് തണിന് ചൂടെല്ലാം ആറി രാത്രിയെല്ലാം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇരട്ടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ആക്കി നോക്കുക. അടിപൊളിയാണ് ബീഫ് കുറുമ. ഇതുവരെ ട്രൈ ആക്കി നോക്കാത്തവർക്ക് ട്രൈ ആക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. പിന്നെ കുറുമയിലെല്ലാം എപ്പോഴും നല്ല എരിവുണ്ടാകുമ്പം അടിപൊളിയായിരിക്കും.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ പച്ചമുളക് എരിവ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരു 6-7 എണ്ണം എടുക്കുക. കുരുമുളക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. അങ്ങനെയെല്ലാം ആകുമ്പം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫ് കുറുമ റെഡിയാവും. അപ്പോൾ എന്താ, ഇനി ഇതിലേക്ക് നമുക്കൊരു കാറ്ററിങ് സ്റ്റൈലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് പോലെയല്ല കേട്ടോ. ഞാനിപ്പോൾ ഇതാ 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 6 ഏലക്ക, 2 കറാമ്പൂ, 1 പട്ട. ഇതെല്ലാം കൂടിയിട്ടില്ലേ അരച്ചെടുക്കുക, ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ നെയ്ച്ചോറിൻ്റെ അരി ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 5 കപ്പ് 250 ml കപ്പിൽ 5 കപ്പോളം എടുത്തിട്ടുണ്ട്. 1 കിലോ നെയ്ച്ചോറിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഞാനിത് ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ഗീ ഒഴിച്ച് കൊടുക്കാം. രണ്ടാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ആയാലും കുഴപ്പമില്ല. കാര്യം ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 മീഡിയം സൈസിലുള്ള ഉള്ളി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1.5 ഉള്ളി ഇതുപോലെ ഞാൻ ഫ്രൈ ആക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. 1.5 മുറി ഉള്ളി ഫ്രൈ ആക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഉള്ളി കരിഞ്ഞു ആണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ തന്നെ നിന്നിട്ട് കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കളറാവുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും വേണം. അത് എന്താ പറയുക, ഇഷ്ടമല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ നമ്മളിത് ഇട്ടിട്ട് ഇതിലേക്ക് വറുത്ത് കോരുമ്പം ആ ഒരു കാഷ്യൂനട്ടിൻ്റെ ഫ്ലേവറും കൂടി ഇറങ്ങും കേട്ടോ. അതുകൊണ്ട് ഇതെന്തായാലും സ്കിപ്പ് ചെയ്യണ്ട, ഇട്ട് കൊടുത്തോ. നെയ്ച്ചോറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് കോരിയെടുക്കുക. ഇതും കരിഞ്ഞു വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളില്ലേ ഉള്ളിയും കാര്യങ്ങളെല്ലാം കരിഞ്ഞാൽ നെയ്ച്ചോറിനും ആ ഒരു ടേസ്റ്റും മാറുമേ. അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറാമ്പ്, പട്ട, ഏലക്കയില്ലേ, അതാണ്. എൻ്റെ കയ്യിൽ പട്ട ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ പട്ട കാണിക്കാണ്ടിരുന്നത്. നിങ്ങളെന്തായാലും പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം മതി. 1 കിലോൻ്റെ അളവാണ് പറയുന്നത്. 2 കിലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. ഇനിയിപ്പം നമ്മൾ നേരത്തെ ഒരു 1/2 മുറി ഉള്ളി മാറ്റി വെച്ചിട്ടില്ല. വെളുത്തുള്ളിൻ്റെയും കറാമ്പ് പട്ടൻ്റെ എല്ലാം റോസ്മെല്ല് മാറിക്കഴിഞ്ഞാൽ മാത്രം ആ ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ 3 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു സ്മെല്ല് വരും. കറിവേപ്പിലേൻ്റെയും നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു സമയത്തിൽ നമ്മൾ എത്ര കപ്പ് അരി എടുത്തിനോ അതിൽ നിന്നും ഇപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഞാനിപ്പം 5 കപ്പ് അരി എടുത്തോണ്ട് തന്നെ 1.5 കപ്പ് വെള്ളം എന്നിട്ടാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു പാട്ടയിലാണ് അരി എടുക്കുന്നുണ്ടെങ്കിൽ 1.5 പാട്ട എന്താ പറയുക വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു കപ്പിലാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ 1.5 കപ്പ്, ചെറിയ ചായ കുടിക്കുന്ന കപ്പ് ഗ്ലാസ്സെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഗ്ലാസ് നിറച്ച് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച് വരുമ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വെട്ടി തിളക്കുന്ന ടൈം കഴുകിയിട്ട് ഊറ്റി വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുക. ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. അരി കഴുകിയിട്ട് വെള്ളം അടക്കം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. പെർഫെക്റ്റ് ആയിട്ട് റൈസ് കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ടൈമെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ലോണം തിളച്ച് വരും. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഇതുപോലെ ബബിൾസ് വരും. ആ ഒരു ടൈമിൽ ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയോ 1 ടേബിൾ സ്പൂൺ വിനെഗറോ ഒഴിച്ച് കൊടുക്കുക. കാര്യം റൈസിന് നല്ലൊരു തൂവെള്ളം നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ്. റൈസ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ നല്ല വെള്ളം വറ്റി ഇതുപോലെ നല്ലോണം ബബിൾസ് വരുന്ന ടൈം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കുക. ഇടയിലൊന്നും മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഗീ റൈസ് നെയ്ച്ചോറ് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് 10 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കാക്കാൻ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. നല്ലൊരു സ്മെല്ലായിരിക്കും. കാര്യം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടല്ലേ ഇത് ചെയ്തേ. ഒരു ബിരിയാണി, ഒരു മിനി ബിരിയാണി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അധികം പറയലില്ലേ, ഈ ഒന്നിക്കൽ പള്ളിയിലെ ചോറ് അല്ലാന്നുണ്ടെങ്കിൽ കാറ്ററിങ് ഒരു കല്യാണ വീട്ടിലെല്ലാം നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നില്ലേ.
അതിൽ സീക്രട്ട് റെസിപ്പി ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. നല്ലൊരു ഫ്ലേവറുള്ളൊരു റൈസും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കുർമയാണ്. ഇപ്പം വെക്കേഷനിലല്ലേ, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, കഴിക്കുന്നവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടെല്ലാം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. പിന്നെ എപ്പോഴും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടാം കേട്ടോ. നിങ്ങളെ കമൻറ്റും ലൈക്കെല്ലാം കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. ഇനിയിപ്പില്ലേ, ഞാനും മക്കളും എന്താ പറയുക, അവരെ സ്കൂൾ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ എൻ്റെ സൺസ്ക്രീമും കാര്യങ്ങളെല്ലാം തീർന്നു പോയിട്ടുണ്ടായിന്. അതെല്ലാം വാങ്ങാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിന്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം വീഡിയോ കാണാനില്ല. എന്നോട് അധികം പറയലുണ്ട് കുക്കിംഗ് മാത്രം ഉൾപ്പെടുത്തല്ല, അതിൽ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ വേണ്ടിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഷൂട്ട് ചെയ്യാന്ന്. പിന്നെ ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സിൽ നമ്മൾ തന്നെയാണ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോ. നല്ല കംഫർട്ടബിളാണ്, നല്ല നമുക്ക് മാക്സിൽ ഇട്ടുകൊടുത്ത് നല്ല എന്താ പറയുക, നല്ല ചൈനീസ് പ്രൊഡക്റ്റാണ് കേട്ടോ, ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ഒരു നമ്പർ കൊടുക്കില്ലേ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല ഹൈറ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയതാണ്, ബോഡി ഷേപ്പൊന്നും അങ്ങനെ കാണാണ്ട് നല്ല കവറായിട്ട് നിൽക്കുന്ന ഒരൈറ്റം കൂടി. ഇതുവരെ നിങ്ങളെൻ്റെ വീഡിയോസിന് തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. പിന്നിൽ ഏത് ടൈപ്പ് വീഡിയോസാണെന്ന് നിങ്ങൾക്ക് കാണാൻ കൂടുതൽ ഇഷ്ടമൊന്നും ഒന്ന് ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു ടൈപ്പിൽ വീഡിയോസ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെയില്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചാലും മതി. ഒരുപാട് പേര് മെസ്സേജ് അയക്കലുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. ചില സമയം ഞാൻ നോക്കലില്ല, ചില സമയം നല്ല തിരക്കായിരിക്കൂലേ. യൂട്യൂബ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ലൈഫിൽ കുറേ സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മുമ്പിലേക്ക് ഇങ്ങനൊരു വീഡിയോ കൊണ്ടെത്തിക്കാൻ കഴിയും. നല്ല എഫേർട്ടാണ്, എല്ലാ ജോലിയും പോലെ. ചിലർ പറയുന്നതൊക്കെ യൂട്യൂബ് ഭയങ്കര ഈസിയാണ് വീഡിയോ എഡിറ്റ്, അങ്ങനെയല്ല കേട്ടോ. യൂട്യൂബിലും കോമ്പറ്റീഷനും കാര്യങ്ങളുണ്ട്. അതുപോലെ യൂട്യൂബിലും നല്ല പണിയാണ് വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ. ഭയങ്കര സ്ട്രെസ്സ് പിടിച്ചൊരു പരിപാടിയാണ് ഈ വീഡിയോസ് എടുക്കുക കാര്യങ്ങൾ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഇതാ നമ്മളിൽ എന്താ പറയുക, കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിക്ക് വന്നതാണ്. പക്ഷേ ഇവിടെ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കണ്ടേരം വിചാരിച്ചു അതെല്ലാം എടുക്കാം. അങ്ങനെ എല്ലാം ഞാനും മക്കളും അങ്ങനെ നോക്കലാണ്. ഞാനും മക്കളും ഉമ്മയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഉണ്ട്. അങ്ങനെ പിന്നെന്താ, എങ്കിലേ എന്തെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങുവേ. ഞാൻ എന്താ പറയുക, എൻ്റെ ക്യാരക്ടർ, എൻ്റെ ഉമ്മാൻ്റെ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. പൈസ എത്ര ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വാങ്ങും. ഇങ്ങനെ പൈസ കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. ഈ ബാങ്ക് അക്കൗണ്ടെല്ലാം കാലിയായിരിക്കും, അങ്ങനത്തെ ഒരു ഇത്. ഈ ഒന്നും വാങ്ങാത്തൊരു ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവില്ലേ. പക്ഷേ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് നിറക്കുക, കുറേ സ്വർണ്ണം വാങ്ങുക, അങ്ങനെയല്ല. ഇന്നത്തെ ലൈഫ് അൽഹംദുലില്ലാ മാറ്റി വെക്കണം. ശരിക്കും നമുക്ക് ഭാവിയിലേക്ക് മാറ്റി വെക്കണം. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. നമ്മൾ പൈസ ഉണ്ടെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം. അത് നമ്മൾ ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിച്ചിട്ടാവരുത്. നമ്മൾ സ്വന്തം ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് അന്നേരം നമുക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കുറേ പൈസ എടുത്തു വെക്കുന്ന കൂട്ടത്തിലൊന്നല്ല ഞാൻ. എന്തുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മക്കൾക്കും വാങ്ങിക്കൊടുക്കും, ഞാനും വാങ്ങും. അപ്പം മക്കളെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട്. അവർക്കതൊരു വിഷമമായിട്ട് ഞാൻ വെക്കലില്ല. കാര്യം അവരിപ്പം വലുതായി ജോലിക്കെല്ലാം പോകാൻ തുടങ്ങും. അങ്ങനെ അപ്പോൾ നമുക്കൊന്നും നമ്മളെ ആവശ്യം അവർക്ക് ഉണ്ടാവില്ല. നമ്മളൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നും അവർക്ക് ഉണ്ടാവില്ല, അവരെന്നെ വാങ്ങും. പക്ഷേ ഈ ഒരു പ്രായത്തിലല്ലേ നമുക്ക് അവർക്ക് എന്തെങ്കിലും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, വാങ്ങിക്കൊടുക്കാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ വിഷമിച്ചിരിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താം. ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ എന്തെങ്കിലും വീട്ടിൽ തന്നെ ചെറിയൊരു കാറ്ററിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങൾ എല്ലാം ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെയും തുടങ്ങാനുള്ള അവസരങ്ങളുണ്ട്. ഒരു 1000-5000 രൂപ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം കോയിൻ്റെതായാലും ഫാമും കാര്യങ്ങളായാലും മുട്ട ഇതാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. മടിച്ച് നിൽക്കാണ്ട് വെറുതെ ടെൻഷൻ അടിച്ചാൽ എനിക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ട് നിൽക്കാണ്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല പ്രയാസമായിരിക്കും. നമുക്കൊന്നും ഈസി ആയിട്ട് പഠിച്ചൊന്നും കൊടുത്തരില്ല. എന്താ പറയുക, നമ്മളിപ്പം വലിയ പണക്കാരെല്ലാം കാണുമ്പോൾ അവരുടെ ലൈഫ് അടിപൊളിയാണ്, എന്തൊരു സംഭവമാണ്. അവരെത്രയും ബാക്കിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സിനെ എന്താ പറയുക
തരണമെല്ലാം ചെയ്തിട്ടായിരിക്കും അവർ ഈ ലൈഫിൽ മുന്നോട്ട് വന്നിട്ടുണ്ടാവില്ലേ. ആ ലൈഫായിരിക്കും നിങ്ങളെ മുമ്പിൽ കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇല്ലേ നമുക്ക് പറയാനുള്ളത്, ഓരോ ലേഡീസിനോടും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ ലേഡീസ്. വീടെടുക്കണം, വീട്ടിൽ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വെക്കണം, അതെല്ലാം നമ്മൾ സ്വപ്നം കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, അതിന് പ്രവർത്തിക്കാം. എന്തെങ്കിലും നമുക്ക് പഠിച്ചവൻ കഴിവുകൾ കൊടുക്കാത്തതായിട്ട് ഈ ദുനിയാവിൽ ആരുമില്ല. എന്തെങ്കിലും ഒരു കഴിവുകൾ, ഇപ്പം എൻ്റെ കഴിവുകളായിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവാം. എൻ്റെ ഒരു സ്റ്റാഫുണ്ട്, എനിക്ക് എന്താ പറയുക, ഒന്നും ഇങ്ങനെ തുറന്ന് പറയാൻ അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് എല്ലാം അറിഞ്ഞും കൊണ്ടും ഇങ്ങനെ കീറിയിട്ടെല്ലാം റിട്ടേൺ ചോദിക്കും, ക്യാഷ് തരണമെന്നെല്ലാം പറയും. അന്നേരം ഞാൻ അങ്ങനെ ക്യാഷെല്ലാം കൊടുക്കുവേ. എനിക്കങ്ങനെ ഒരാളോട് മുറിച്ച് പറയാൻ അറിയില്ല, ഇങ്ങനെ തരൂല അങ്ങനെ ഞാൻ പറയൂല. പക്ഷേ അറിഞ്ഞും കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അങ്ങനെ ഈ ബിസിനസ്സെല്ലാം പൊട്ടിക്കാൻ വേണ്ടിക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. നമ്മളതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരിങ്ങനെ പാര പണിയുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരോടെല്ലാം എൻ്റെ സ്റ്റാഫിന് നല്ലോണം ഡീൽ ചെയ്യാനറിയാം. അവൾ എന്നോട് പറയും, നിങ്ങൾ എടുക്കണ്ട, നിങ്ങൾ പറയണ്ട ഫോണ്, നിങ്ങൾ വീണെല്ലാം വിട്ടുകൊടുക്കും, ഞാൻ പറഞ്ഞോളൂ എന്ന് പറയും. അപ്പോൾ അത് അവളുടെ ഒരു കഴിവാണ്. ആൾക്കാരോട് സംസാരിച്ചിട്ട് അത് അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്നത് അവളുടെ കഴിവാണ്. അങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കാനും തൻ്റെ ഇടത്തോടെ സംസാരിക്കാനുള്ള കഴിവുകൾ ചില സ്ത്രീകൾക്കുണ്ടാവും. എനിക്കൊന്നും ആ ഒരു കഴിവില്ലേ. എന്നാൽ എനിക്ക് എൻ്റെ കാര്യം സംബന്ധിച്ചിടത്തോളം നല്ലോണം സെലക്ട് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്, കുക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, ചിത്രം വരക്കുക, അങ്ങനെ കുറച്ച് കഴിവുകൾ എനിക്കുണ്ട്. അപ്പം എൻ്റെ കഴിവുകളായിരിക്കില്ല അവൾക്കുണ്ടാകുന്ന കഴിവുകൾ. അവൾ നല്ല സ്മാർട്ടാണ്, ആൾക്കാരോട് സംസാരിക്കാനും ഡീൽ ചെയ്യാനും, അതുപോലെ തന്നെ ഇപ്പോൾ ഹോൾസെയിലേഴ്സിനോട് സംസാരിക്കാനും കംപ്ലയിൻറ്റ് പറയാനും അങ്ങനെയെല്ലാം കഴിവ് അവൾക്കുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പഠിച്ചതിന് ഓരോരാൾക്കും ഓരോരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ കഴിവുകൾ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. യൂട്യൂബിൻ്റെ കാര്യമായാലും നമ്മുടെ നാട്ടിലെ ഓരോ സ്ഥാപനത്തിൻ്റെ കാര്യം എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു യൂട്യൂബറിൻ്റെ ചാനൽ നല്ല റീച്ച് ഉണ്ട്. ഇപ്പോൾ കുക്കിങ്, മോട്ടിവേഷന്, കാര്യങ്ങൾ, ക്ലീനിങ് എല്ലാം പറഞ്ഞിട്ട് നല്ല റീച്ച് ഉണ്ടെങ്കിലും ബാക്കിയുള്ള അതേ ഫീൽഡിലുള്ളവരെന്ത് ചെയ്യും, സെയിം അതേ കണ്ടൻറ്റ് കോപ്പി ചെയ്തിട്ട് അതുപോലെ ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ആൾ അവരെ കഴിവ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ജെന്യൂൻ കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് അത് വീഡിയോ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഫേക്കായിട്ട് സെയിം അതുപോലെ കോപ്പി ചെയ്യുമ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ ആരുടെ വീഡിയോസിനും റീച്ച് ഇല്ലാത്ത ഒരവസ്ഥ വരും. അങ്ങനെയാണ് അധികം യൂട്യൂബ് ചാനലിലും റീച്ച് കുറയാൻ മെയിൻ കാരണം. കാര്യം എല്ലാവരുടെ കണ്ടൻറ്റും സെയിമാണ്, എല്ലാവരും അവർ പറയുന്ന പോലെ തന്നെ സെയിം പറയുന്നത്. അപ്പോൾ എന്താ, ആരുടെ ചാനൽ കാണാനും വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവും. ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന യൂട്യൂബ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എന്ത് കണ്ടൻറ്റ് കൊണ്ടാണോ വന്നേ അത് കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ഒരു കപ്പിൾ വ്ളോഗ്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു കണ്ടൻ്റ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. ചിലത് റെസിപ്പീസ് മാത്രം കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടാവുക. ചിലർക്ക് ക്ലീനിങ്ങും കുക്കിങ്ങും റെസിപ്പിയും കാണാൻ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മളെ ലോകത്ത് ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പം എല്ലാവർക്കും ഒരേ ഇഷ്ടങ്ങളായിരിക്കില്ല. അപ്പം എനിക്ക് വന്ന സബ്സ്ക്രൈബേഴ്സ് മൊത്തം മോട്ടിവേഷന്, കുക്കിങ്, പാർട്ടി വ്ളോഗ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ഞാനിപ്പം വന്നിട്ടൊരു കപ്പിൾ വ്ളോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ടൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വ്യൂസ് ഉണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനത്തെ കണ്ടൻറ്റ് കാണാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം വീഡിയോസ് ചെയ്യുക. കാര്യം ഇപ്പം പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന പാട്ടുകാരെ ചാനലുണ്ടാവും. അപ്പോൾ അവർ കൊണ്ടുപോയിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വ്യൂസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പം നമുക്ക് പറയാനുള്ളത്, ഇപ്പം എന്താണ്, ഒരാളെ ചാനൽ ഭയങ്കര റീച്ച് ഉണ്ടെന്ന് വെച്ചാൽ അതേ കണ്ടൻറ്റ് അതുപോലെ അവർ സംസാരിക്കുന്ന പോലെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എല്ലാം അതുപോലെ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് ഉണ്ടാവുമോ? ഇല്ല. ജെന്യൂൻ കണ്ടൻറ്റ് മാത്രമേ വ്യൂവേഴ്സ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. നമ്മളെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ. നമ്മൾ ആദ്യം നമ്മളെ ചാനലിൽ എങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സാണോ കയറിയത് ആ കണ്ടൻറ്റ് മാത്രം നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ ആകുമ്പോഴേ നമ്മളെ ചാനലിന് റീച്ച് ഒരിക്കലും കുറയുകയും ചെയ്യില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമൊന്നും തെറ്റോന്നും എനിക്കറിയില്ല. അങ്ങനെ രണ്ടാമത്തെ കാര്യം, ഹോട്ടലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹോട്ടലിൽ തുടങ്ങിയ ഒരാൾ ഭയങ്കര സക്സസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചുറ്റോടും മതിയേ ഫുഡ് കൊടുത്തിട്ട് ഹോട്ടൽസ് ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക, എല്ലാ ഹോട്ടൽസും പൂട്ടേണ്ട അവസ്ഥ വരും. ആര് ഹോട്ടലിലും ജനങ്ങൾ കയറാത്ത ഒരവസ്ഥ വരും. അപ്പം മത്സരമാണ് അവിടെ നടക്കുന്നത്. മത്സരം കാണാനല്ല വ്യൂവേഴ്സിന് ഇഷ്ടമല്ല, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും കൊണ്ടായിരിക്കണം അവിടെ ഫുഡിൻ്റെ ആൾക്കാർ വരേണ്ടത്, അവരുടെ നീറ്റ്നെസ്സും കാര്യങ്ങളും കണ്ടിട്ട്. അതുപോലെ യൂട്യൂബ് ഫീൽഡായാലും ഏത് ഫീൽഡായാലും നമ്മൾ
കഴിവുകൾ കാണാനാണ് ആൾക്കാർ വരുന്നത്, അല്ലാണ്ട് മത്സരം കാണാനല്ല ആൾക്കാർ വരുന്നത്. അത് ആദ്യം മനസ്സിലാക്കാം. യൂട്യൂബിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെക്കാട്ടി നല്ലത് എന്നെ പറയുന്ന ആൾക്കാർ നല്ലത് പറയാനല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെ കഴിവുകൾ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പം അത് നമ്മൾ ജെന്യൂനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ സ്വാഭാവികമായിട്ടും നല്ലത് പറയും. ഒരാളെ പൊട്ടാക്കിയിട്ട് വേണ്ട നമ്മൾ നല്ലതാവാൻ, നമ്മളെ കഴിവുകൾ കൊണ്ട് വേണം നമ്മൾ നല്ലതാവാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അത് ഏത് ഫീൽഡിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, കൂടെയുള്ളവരെ ചതിക്കാതിരിക്കുക, അത്ര തന്നെ. അപ്പോൾ എന്താ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.